നമസ്കാരം, ഞാൻ മൃണാൾ. രാത്രി സമയം മെഡിക്കൽ കോളേജിനടുത്ത് ഭക്ഷണം തേടി നടന്നപ്പോൾ ഒരു തട്ടുകട കണ്ടു. നല്ലതായിരിക്കോ? എന്തായിക്കാണല്ലേ? ഒന്ന് പറ, ഞാൻ ഒരാളല്ലേ, ഒന്ന് പറ. ഒരു കഷ്ണം പുട്ട്, ഒരു കഷ്ണം അപ്പം, ഒരു നൂൽപുട്ട്, ഒരു പൂരി. കറി എന്താ ഉള്ളത്? കറി ചെറുപയർ കറി, ബാജി കറി, ബീഫ് കറി, ബോട്ടി കറി, കോഴി പർസ് കറി, കോഴി പൊരിച്ച്, ബീഫുണ്ട്, ബോട്ടിയുണ്ട്. ഓക്കെ, ബീഫും ഒരു ചിക്കൻ ഫ്രൈ തന്നാൽ മതി. ഒരു കോഴി പൊരിച്ചെടുത്തോ. കോഴി പൊരിച്ച എന്താ വില? 60. പൂരിയോ? ഇത് ബീഫാണോ? വേണ്ട, ചിക്കൻ ഗ്രേവി വേണ്ട, ബീഫ് മതി. ബീഫ് ഫ്രൈ ആണോ കറിയാണോ? ഫ്രൈ ഇല്ല. ഫ്രൈ ഇല്ല. ആ മതി. കറിക്കല്ല ചൂടുണ്ട് കേട്ടോ. പക്ക തട്ടുകളുടെ ടേസ്റ്റാ. നിങ്ങളുടെ നാട് എവിടെയാ? മംഗലാപുരോ? ബംഗാളിലോ? അങ്ങനെ കൂട്ടിയിട്ട് അത് കാണുമ്പോൾ ജീവനില്ലാത്ത പൂരി പോലല്ലേ തോന്നുന്നു. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറോ. കൊച്ചിയിലൊക്കെ തട്ടുകടകളിൽ ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റ് അതേ വിലയാണ്. പക്ഷെ ഇവിടെ ഈ ചിക്കൻ ഫ്രൈക്ക് 70 റുപ്യോ. കോഴിക്കോട് റെസ്റ്റോറൻറ്റുകളിലും വില കുറവ് തന്നെയാണ്. ഇവിടെ പൊറോട്ടയില്ല. നല്ല പൊള്ളം നിറഞ്ഞൊരു പൂരി. ഇത് പുതുതായിട്ട് ഉണ്ടാക്കി. ചായ ഉണ്ടോ? ചായ വേറെന്തല്ല ഉള്ളത്? ഒരു ഹോർലിക്സ് മതി. വരുന്ന നേരത്തെ പൂരി അത് തന്നെ പോട്ടെ. പിന്നെ അല്ലാണ്ട് കറി തന്നെ തന്നോ? മത്തിക്കറി ഉണ്ടോ? ഒരു മത്തി പൊരിച്ചോന്ന്. മത്തി മൊത്തത്തിലിട്ടങ്ങനെ പൊരിച്ചിരിക്കാം. മത്തി വെച്ച കൊള്ളൂല. ചൂട് പൂരിയും പൂരിയിൽ തീരെ എണ്ണയില്ലാന്ന്. ഇത്രയും നല്ല ഫുഡ് ഉണ്ടായിട്ട് ഇവിടെ എന്താ ആരും ഇല്ലാത്ത? നോബഡി ഈസ് ഹിയർ. വൈ ഈസ് ദാറ്റ്? ഇവിടെ കഴിച്ചിട്ട് പോടോ. നമ്മളറിയാണ്ടിത് കുറെ കഴിച്ചു പോകും. മത്തി റിസ്ക്കാണ്. ഒരു പൂരി കൂടെ. ബോട്ടിക്ക് പറ, ബോട്ടി തിന്നാൻ നോക്കി മതി. ആ ബോട്ടിക്കറി. ബോട്ടിക്കറി നല്ല തിക്കാണല്ലോ. താങ്ക് യു. കുറെ നാളെ ഓലച്ചു പിടിച്ചിട്ട് ഞാൻ സുമേഷ് ചേട്ടൻ്റെ കൂടെ പാരകണ്ണ മുതലാളി കൂടി സാഗറിലിരുന്നിട്ട് രാത്രി ചോറുണ്ടാവും. രാത്രിയായിട്ടുണ്ടാവും, പാതിരാവിൻ്റെ അടുത്തായിട്ടുണ്ടാവും. അപ്പോൾ മൂപ്പരിക്ക് ഹോർലിക്സ് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മളവിടെ ചോറിൻ്റെ ഇറങ്ങി മൂപ്പരോട് ചോദിച്ചു, ഇപ്പോൾ ഒരു ഹോർലിക്സ് കുടിച്ചാലോ? ഇപ്പോൾ ഇവിടുന്ന് ഹോർലിക്സ് കിട്ടുക. മൂപ്പർ എന്നെയും കൂട്ടിയിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലെ മിൽമേല വന്നത്. അവിടെ ഏർലി മോർണിംഗ് വരെ ഹോർലിക്സ് ഇട്ടു. ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നൊരു സാധനമാണ് ഹോർലിക്സ്, ബൂസ്റ്റ്, എല്ലാം, ബോൺവിറ്റ എല്ലാം. ബേസിക്കലി മൊത്തം ഷുഗറാണ്. ആരോഗ്യത്തിന് ഇതെങ്ങനെയാണ് നല്ലതാവുക എന്ന് എനിക്കറിയില്ല.
അല്ല അങ്ങനെ ചോദിച്ചാൽ ഇനി ഈ പൂരിയും ആ ചിക്കൻ ഫ്രൈയും എങ്ങനെയാണ് നല്ലതാവെന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല. മനസ്സനല്ലേ പുള്ളേ. ഈ മുട്ട എന്താ പരിപാടി? എണ്ണ ചൂടാണ്, നല്ല ചൂട് പൂരി ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പൂരി കിട്ടും. ഇപ്പം ഒരു ബ്രെഡ് ഓംലെറ്റ് വേണേ. എണ്ണ ചൂടായി. ബ്രെഡ് ഓംലെറ്റിന് സ്പൂണോ? ഇതിനകത്ത് ഒഴുകുന്ന മുട്ടയാണ്. ഇന്നത്തെ കാലത്ത് ബ്രെഡ് ഓംലെറ്റിന് ഒരേ ഒരു പ്രശ്നം, ഇന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബ്രെഡിനല്ല ഒരു പഞ്ചസാരയുടെ ടേസ്റ്റ് ഉണ്ടാവും, മധുരം ഉണ്ടാവും.